സൈന്യം നിർമ്മിക്കുന്ന ബെയിലി പാലങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോഴൊക്കെ നമ്മൾ ആ ബെയിലി പാല നിർമ്മാണം എങ്ങനെയാണെന്ന് നേരിട്ട് കണ്ടതാണ്. എന്നാൽ ബെയിലി എന്ന പേര് മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ സംബന്ധിച്ച് രക്ഷാപ്രവർത്തനത്തിന്റെ അടയാളമാണ്. ബെയിലി പാലത്തിന്റെ ഓർമ്മ നിലനിർത്താൻ ബെയിലി ബ്രാൻഡിൽ ബാഗുകൾ തയ്യാറാക്കുകയാണ് 30 അംഗ സ്ത്രീ കൂട്ടായ്മ. ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ 3-ാം നാൾ പുന്നപ്പുഴയ്ക്ക് മുകളിൽ സൈന്യം ഒരു പാലം പണിതു, ബെയിലി പാലം. ആ പാലത്തിൻ്റെ പേര് ഇന്ന് അതിജീവിക്കുന്നവരുടെ സംരംഭത്തിനു കൂടി കൈവന്നിരിക്കുന്നു. എൻ്റെ പേര് നികിത എന്നാണ്. എൻ്റെ വീടും അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ട ഒരാളാണ്. ഞങ്ങളെ ഈ ബെയിലി എന്നുള്ളൊരു പേരിടാൻ തന്നെ കാരണം നമ്മളെ പ്രതീക്ഷയേകുന്ന ആദ്യത്തെ പാലമായിരുന്നു ബെയിലി പാലം. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സൈന്യത്തിൻ്റെ ഇടപെടൽ നല്ല രീതിക്ക് ഉണ്ടായിട്ടുണ്ട്. അവരോടുള്ള ഒരു റെസ്പെക്റ്റ് കൂടിയാണ്. പിന്നെ ഈ മൊത്തത്തിൽ കാണിക്കുന്നത് ബാഗിൻ്റെ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ കൈവരി വന്നിട്ടുള്ളത് നമ്മൾ ആ പാലത്തിൻ്റെ കൈവരി ഈ ഒരു ആരോ മാർക്ക് കാണുന്ന തുരുത്താണ്. അതിൻ്റെ ഇടയിലൂടെ കാണുന്ന അവിടെ ഒഴുകുന്ന നദിയാണ്. ഞങ്ങളെ ജീവനെ പോലെ കണ്ടിരുന്ന ഒരു പുഴയാണ്. ഞങ്ങളിൽ ഉണ്ടായിരുന്ന കൂട്ടത്തിലുണ്ടായിരുന്ന പകുതി പേരുടെ ജീവനെടുത്ത പുഴയും കൂടിയാണ്. എൻ്റെ പേര് രമ്യ എന്നാണ്. ഞാൻ ചൂരൽമലയിൽ തന്നെയായിരുന്നു താമസം. ഈ ഒരു ദുരന്തം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫർ ഒരാൾ വഴി വന്നതായിരുന്നു. ബാക്കിയുള്ള ഒരു ആളുകളെയും കൂടി നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നു. അവരെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് അവരുടെ അഭിപ്രായങ്ങളും കൂടി നോക്കി ഞങ്ങൾ ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാണ് ഉണ്ടായത്. പല ആളുകളുടെ സഹായം കൊണ്ട് നമുക്കിവിടെ മെഷീനറികൾ എത്തി. പക്ഷേ ഇനിയും ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് വേണം. പവർ മെഷീൻ കുറച്ചും കൂടി എത്തിയാൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഏറ്റെടുക്കുന്ന വർക്ക് ഭംഗിയായി ചെയ്തു കൊടുക്കാൻ കഴിയും. ഞാൻ യഹിയാക്കാൻ ഈ മേഖലയിലെ പൊതുപ്രവർത്തകനാണ്. നിശ്ചയദാർഢ്യമുള്ള 30 വനിതകളുടെ കൂട്ടായ്മയാണ് ബെയിലി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതൊരു വലിയ ബ്രാൻഡായിട്ട് വളരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ദുരന്തത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ഭിന്നിച്ചു പോയിരുന്ന ആളുകളെ കൂട്ടിയോജിപ്പിച്ചതിന് വലിയൊരു നേട്ടമാണ്. ഇനിയും ഇവർക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. മെഷീനറികൾ ആവശ്യമുണ്ട്, മറ്റുള്ള ഫർണിച്ചർ സൗകര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പുനരധിവാസ സംരംഭമായിട്ടാണ് ഇതിനെ കാണുന്നത്. ചൂരൽമല മുണ്ടക്കൈ അതിജീവനത്തിന്റെ കരുത്തുറ്റ മാതൃകയാണ് ബെയിലി എന്ന ഈ സംരംഭം. ഇതുവഴി 30ഓളം കുടുംബങ്ങളാണ് പുലരുന്നത്. ഇവർക്കിനിയും സുമനസുകളുടെ സഹായമുണ്ടാകണം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. അത് നന്നായി അല്ലേ? കാരണം നമ്മൾ എപ്പോഴും ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ കാണുന്നത്. പക്ഷെ അവരതിനെ നേരെ തിരിച്ച് ബെയിലി പാലം എന്നുള്ള അത് ഓർക്കുക, എന്നാൽ പുനർജീവനം അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ള ഒരു ശക്തി, സ്ത്രീകളുടെ ഒരു ശക്തിയും കൂടെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? അവർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും ആവശ്യമാണ്, നമ്മളത് നൽകുകയും വേണം. തീർച്ചയായിട്ടും.